ഷെയർ ചെയ്യും. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം. അതായത് ഇന്ന് ചെയ്യിക്കാൻ പോകുന്ന ക്വസ്റ്റിന്റെ അത്രയും പോർഷനിലെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം. ഇന്ന് നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഉള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഒരു 10-15 എണ്ണമാണ്. അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ബാക്കി പോർഷൻസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ളതുണ്ട്, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തു തരാം. എന്തായാലും ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന അത്രയും പോർഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇന്ന് ഞാൻ അങ്ങനെ കൺസെപ്റ്റ് വൈസ് തിങ്ക് ചെയ്യേണ്ടത് അങ്ങനത്തെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അതായത് നോർമൽ ആയിട്ട് നമ്മുടെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞുതരാം എന്താണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് ചെയ്യുന്നതിനനുസരിച്ച് പറഞ്ഞത്. ഓക്കെ, നമുക്കിത് ഫ്രൈഡേക്കുള്ളിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തീർക്കണം കംപ്ലീറ്റ്. ഓക്കെ, സാറ്റർഡേ തൊട്ട് റേസിംഗ് ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ പ്ലീസ് കോപ്പറേറ്റ്. ഓക്കെ, അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടൈം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്തായിരിക്കും ലോങ് ടൈം ഫണ്ട്സ് ആണ് അല്ലെ. ലോങ് ടൈം ഫണ്ട്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല കൂടെ അടങ്ങും. അതായത് ലോങ് അതിൽ മെയിൻ ആയിട്ട് വരിക ഡെപ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഇക്വിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ഇക്വിറ്റി ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എന്തായിരിക്കും റിട്ടേൺ ആയിട്ട് പ്രതീക്ഷിക്കുന്നത്? എന്തായിരിക്കും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവര് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ എന്തായിരിക്കും? ഡിവിഡൻഡ്. ഒന്ന് ഡിവിഡൻഡ് ആയിരിക്കും. ഡിവിഡൻഡ് മാത്രമല്ല അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ്, അതായത് ഓണർഷിപ്പ് അല്ല, ഡിവിഡൻഡ് മാത്രമല്ല അതുപോലെ തന്നെ ആ പെർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ പ്രൈസ് അപ്രീസിയേഷനും അവർ നോക്കുന്നുണ്ടാവും. അതിനും അവര് ഇവിടെ പറയുന്നുണ്ട് കണ്ടോ. അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ കൊടുക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മെയിൻ ആയിട്ട് ഡിവിഡൻഡ് കിട്ടണം, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഷെയറിന്റെ പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടാവണമെന്നും കൂടെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഷെയർ പ്രൈസ് കൂടുകയാണെങ്കിൽ അവർക്ക് കൂടിയ പ്രൈസിൽ അത് വിൽക്കാലോ, അവരുടെ സെക്യൂരിറ്റീസ് വിൽക്കാലോ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ക്യാപിറ്റലിന്റെ കേസാണെങ്കിൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നവർ എന്തായിരിക്കും വേണ്ട? അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതായത് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂല് ആദ്യം നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എടുക്കാം. ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് ഉണ്ടല്ലോ,
അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അതിപ്പം ഡിവിഡൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷെയർ പ്രൈസ് അപ്രീസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം. ഇതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന റിട്ടേൺസ് അല്ലെ. അത് ഡെപ്റ്റോ ഇക്വിറ്റി ആയിക്കോട്ടെ, ടോട്ടലായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ ഇതാണ്. ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ റിട്ടേൺ എന്ന് പറയുന്നത് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തായിരിക്കും? കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും? അതായത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂവിന്റെ ബേസിസിലാണ്. അതായത് മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഇപ്പം ഇൻട്രസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ ഒക്കെ വാല്യൂ ആണെങ്കിലും നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്, അല്ലാതെ ബുക്ക് വാല്യൂ അല്ല, മാർക്കറ്റ് വാല്യൂ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. ഇവിടെയാണ് പറയുന്നത്. അതായത് മാർക്കറ്റ് വാല്യൂന്റെ ബേസിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിട്ടേണിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ആ കമ്പനി കുറവാണെങ്കിൽ എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? അതായത് ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹൈ ആണെങ്കിൽ അതിന്റെ അർത്ഥം കമ്പനിയുടെ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് ഡിക്രീസ് ചെയ്യുമെന്നാണ്. ക്ലിയർ ആയോ എന്തുകൊണ്ടായിരിക്കും? ഓക്കെ, ക്ലിയർ ആയല്ലോ. അതായത് കോസ്റ്റ് കൂടുവാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ആയിരിക്കും കുറയുന്നതെന്ന്. അതായത് കമ്പനി അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ കൂടുതലാണ് കമ്പനിയുടെ കോസ്റ്റ്. ദാറ്റ് മീൻസ് കമ്പനിക്ക് പ്രോഫിറ്റ് കുറവാണ്. പ്രോഫിറ്റ് കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഒരു ടൈം ഉണ്ടോ? റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താന്നായിരുന്നു പറഞ്ഞിരുന്നത്? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. മിനിമം റിട്ടേൺ. ഓക്കെ, മിനിമം റിട്ടേൺ. അതിനെ പറയുന്ന വേറൊരു പേരാണ് ഹഡിൽ റേറ്റ്. അതും ഓർത്ത് വെക്കുക, ചില സമയത്ത് ഹഡിൽ റേറ്റ് എന്നാണ് തരാറ്. ഓക്കെ, അതായത് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെ പറയുന്ന, അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹഡിൽ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹഡിൽ റേറ്റ്. സോ ഒരു കമ്പനി എന്തെങ്കിലും അതായത് ലോങ് ഒക്കെ റേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത പൈസ അതായത് കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ കമ്പനി എപ്പോഴും മാക്സിമം അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അത്രയെങ്കിലും റിട്ടേൺ ഉണ്ടാക്കാൻ നോക്കും. ഇതിനു വേണ്ടി ലോസ് ഉണ്ടാകാതിരിക്കാൻ. സോ ഏതൊരു പ്രൊജക്റ്റും ആയിക്കോട്ടെ, നമുക്ക് മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്കിലും ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ പ്രൊജക്റ്റ് പ്രൊസീഡ് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു, മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിലും കിട്ടിയാൽ മാത്രമേ ഒരു പ്രൊജക്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മളത് പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി. ഓക്കെ, ഈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്? ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ.
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ. അതാണ് അതിന്റെ ഡിഫറൻസ്. ഇത് രണ്ടും സെയിം ആണ്, രണ്ടും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? സോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുന്നതാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതിന്റെ നമ്മുടെ കോസ്റ്റ് ക്യാപിറ്റലിലുള്ള ഓരോ ക്യാപിറ്റലിന്റെയും പ്രപ്പോർഷൻസ് കൂട്ടി അതിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലൂടെ. അതിൽ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഓരോ ക്യാപിറ്റലിന്റെയും കോസ്റ്റ് കണ്ടുപിടിക്കും. ഇപ്പൊ ഡെപ്റ്റിന്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെപ്റ്റിന്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെപ്റ്റിന്റെ കോസ്റ്റ് അതായത് ഡെപ്റ്റിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ്, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മൾ എല്ലാത്തിന്റെയും, അതായത് ഞാൻ ഇതിന്റെ ഇതുണ്ട് ഇവിടെ, അതാണ് തന്നിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമ്മൾ ഓരോ ക്യാപിറ്റലിന്റെയും അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. അതായത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കണ്ടുപിടിക്കും എല്ലാത്തിന്റെയും. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടാക്സ് ആകെ ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ഏതിൽ മാത്രമാണ്? ഡെപ്റ്റിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, വേറെ ഒന്നിനും ടാക്സ് ആപ്ലിക്കബിൾ അല്ല. സോ ആദ്യം നമ്മൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മുടെ ടോട്ടൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് അത് മറക്കരുത്. ടോട്ടല് ഒരു 1 lakh കിട്ടി, അല്ലെങ്കിൽ ഡെപ്റ്റിൽ നിന്ന് ഒരു 2 lakh കിട്ടി. സോ ടോട്ടൽ ക്യാപിറ്റൽ എത്രയായിരിക്കും വരുന്നത്? ത്രീ ആയിരിക്കും വരുന്നത്. ടോട്ടൽ ഈ 3 lakh എത്രയാണ് ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ എന്ന് കണ്ടുപിടിക്കും, എത്രയാണ് ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഈ പ്രപ്പോർഷന്റെ കൂടെ ഈ പ്രപ്പോർഷൻ ഇൻറ്റു അതതിന്റെ കോസ്റ്റ്, അതായത് ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ ഇൻറ്റു ഇക്വിറ്റിയുടെ കോസ്റ്റ്, പ്രിഫേർഡ് സ്റ്റോക്കിന്റെ പ്രപ്പോർഷൻ ഇൻറ്റു പ്രിഫേർഡ് സ്റ്റോക്കിന്റെ കോസ്റ്റ്, അല്ലെങ്കിൽ ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ ഇൻറ്റു ഡെപ്റ്റിന്റെ കോസ്റ്റ്, എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുക്കും. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ ആയോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ആവാത്തതുണ്ടോ? സോ അങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെപ്റ്റ് എടുക്കുമല്ലോ, ഡെപ്റ്റ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെ ആയിരിക്കും. അതായത് ലോങ് ടൈം ഡെപ്റ്റ് മാത്രമേ എടുക്കൂ. അതായത് അക്കൗണ്ട്സ് പേയബിളോ, അല്ലെങ്കിൽ അക്രൂഡ് എക്സ്പെൻസസോ, അല്ലെങ്കിൽ അതർ ഇങ്ങനത്തെ ലയബിലിറ്റീസോ, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഡെപ്റ്റുകളോ, അതൊന്നും ലോങ് ടൈം ഫണ്ട് മാത്രമേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, സോ ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും പെർമനന്റ് ഫിനാൻസിംഗിലാണെന്ന്. അത് പെർമനന്റ് ഫിനാൻസിംഗ് ഉദ്ദേശിക്കുന്നത് ലോങ് ടൈമിലാണ്, ചെയ്യില്ല വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഡിബെഞ്ചർ അല്ല, ഡിബെഞ്ചർ ടാക്സ് കോമൺ ഇക്വിറ്റി ആണെങ്കിൽ
ടാക്സുമായിട്ട് ഒരു ബന്ധവുമില്ല, അതായത് ടാക്സ് ഡിഡക്റ്റബിൾ ഒന്നും അല്ല. സോ നമുക്ക് അതിന്റെ ഫുൾ എമൗണ്ട് ഫുൾ തന്നെയാണ് നമ്മൾ ഫുള്ളി ടാക്സബിൾ, അതായത് ഫുൾ നമ്മൾ എടുക്കണം. മറ്റേത് ആഫ്റ്റർ ടാക്സ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പറയാനുള്ളത് ഈ ബേസിസ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്. അതായത് നിങ്ങൾ ഇത് വായിക്കണ്ട, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ബേസിസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ബേസിസ് പോയിന്റ്. നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിന്റെ മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേസിസ് പോയിന്റ്. ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ചേഞ്ച് ബേസിസ് പോയിന്റ്സ് ആയിട്ടാണ് തരുന്നത്. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം, പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതെങ്ങനെയാണ്? എക്സാമ്പിൾ ഇഫ് an interest rate is 6.85% today, an increase in that rate to 6.9% is an increase. Okay, so 6.85 ആയിരുന്നു ഇന്നത്തെ ടാക്സ് ഇൻട്രസ്റ്റ് റേറ്റ്, അത് 6.9% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ നമ്മൾ പെർസെന്റേജ് നോക്കുവാണെങ്കിൽ എത്ര ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ എത്ര പെർസെന്റ് ഇൻക്രീസ് ചെയ്തു? 6.5 6.9 എത്ര പെർസെന്റ് ഇൻക്രീസ് ചെയ്തു? ഇല്ല. കേൾക്കുന്നില്ലേ? ആ, നോർമൽ ആയിട്ട് ജസ്റ്റ് മൈനസ് ചെയ്ത് 6.9 കിട്ടും. 0.05% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ ഈ 0.05% എന്ന് പറയുന്നത് നമ്മൾ ബേസിസ് പോയിന്റിൽ പറയുവാണെങ്കിൽ 5 ബേസിസ് പോയിന്റ് ആണ്. അതായത് ഒരു പെർസെന്റേജ് ആ പോയിന്റ് ആക്കണമെങ്കിൽ നമ്മൾ ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, പെർസെന്റേജ് ഇൻറ്റു 100 ആണ് ബേസിസ് പോയിന്റ്. ബേസിസ് പോയിന്റ് ആണ്, സോറി, പെർസെന്റേജ് ഇൻറ്റു 100 ആണ് ബേസിസ് പോയിന്റ്. നിങ്ങൾക്ക് നോർമലി ക്വസ്റ്റ്യൻസ് മിക്കവാറും തരിക എങ്ങനെയാണെന്ന് അറിയാമോ? ഇത്ര 5 ബേസിസ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു എന്നായിരിക്കും പറയാ, അല്ലാതെ പെർസെന്റേജ് തരില്ല. അത് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ ബേസിസ് പോയിന്റിന്റെ? ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ബേസിസ് പോയിന്റിന്റെ കൺസെപ്റ്റ്. ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് അവർക്കുണ്ടാകുന്ന ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും ശരിക്കും കുറച്ച് എമൗണ്ടേ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ആയോ? അതായത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ആ കമ്പനിക്ക് അത്രയും കോസ്റ്റ് വരുന്നില്ല, കാരണം ടാക്സ് ഡിഡക്റ്റബിൾ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആയോ? അതായത് അതുകൊണ്ട് തന്നെ ഇത് ലീസ്റ്റ് എക്സ്പെൻസീവ് സോഴ്സ് ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താന്ന് ക്ലിയർ ആയോ? പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കേസാണ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതായത്
ഒരു കമ്പനിക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു ടാക്സ് ഡിഡക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ലീസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണെന്ന് പറഞ്ഞു. അതായത് കോസ്റ്റ് കുറവാണെന്ന് പറഞ്ഞു. ഓക്കെ, ടാക്സ് ഡിഡക്റ്റബിൾ ആണ് എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ കൂട്ടാൻ പറ്റില്ല. അത് കൂട്ടിയാലുള്ള കാര്യം എന്താന്ന് പറയാം. നമ്മൾ ഡെപ്റ്റിന്റെ പെർസെന്റേജ് കൂട്ടി എന്ന് വിചാരിക്കുക. ഡെപ്റ്റിന്റെ പെർസെന്റേജ് കൂടുമ്പോൾ നമ്മുടെ ഫേം റിസ്കി ആയിരിക്കും അല്ലെ? ഫേമിന്റെ റിസ്ക് കൂടുതലായിരിക്കും. റിസ്ക് കൂടുമ്പോൾ നമ്മുടെ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അവരുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ, അതായത് അവരത് വിൽക്കാതെ അവരത് പിടിക്കണമെങ്കിൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്തണമെങ്കിൽ അവർ കൂടുതൽ റിട്ടേൺ ചോദിക്കും. കാരണം ഇപ്പൊ ഇതൊരു റിസ്കി ഫേം ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ റിട്ടേൺ വേണമെന്ന് പറയും. അതൊരു കേസ്. പിന്നെ നമുക്ക് കൂടുതൽ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഡെപ്റ്റ് ഹോൾഡേഴ്സ് നമ്മുടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അവരും കൂടുതൽ റിട്ടേൺ ആവശ്യപ്പെടും. കാരണം ക്രെഡിറ്റ് റിസ്ക് നമുക്ക് കൂടുതലാണ്. സോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഡെപ്റ്റേഴ്സ് അല്ല, ബോണ്ട് ഹോൾഡേഴ്സും കൂടുതൽ റിട്ടേൺ ആവശ്യപ്പെടും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ കമ്പനി പുതിയ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ് കൂടും. ഓക്കെ, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന്റെ കോസ്റ്റ് കൂടും. കാരണം റിട്ടേൺ കൂടുതൽ ആയോ? അതായത് അങ്ങനെ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. എന്ത് വൈന്നാടാ? ഒരാളെന്തോ വൈ എന്ന് എസ് എന്ന് പറഞ്ഞതാണോ അതോ റീസൺ എങ്ങനെ ചോദിച്ചതാണോ? എന്തെങ്കിലും ചോദിച്ചതാണോ? ജെയിൻ. ഓക്കെ 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 ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമുല എന്താണ്? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം, സി ഡി ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് ടി. ടി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ബിഫോർ ടാക്സ്. ടി എന്ന് പറഞ്ഞാൽ ടാക്സ്. ഓക്കെ, സോ ഈ അടുത്തത് അതിന്റെ താഴെ ഒരെണ്ണം തന്നിരിക്കുന്നത് കണ്ടോ? താഴെ തന്നിരിക്കുന്ന എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ബിഫോർ ടാക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഓൺലി. അതായത് ഫസ്റ്റ് ഇയറിലെ മാത്രം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാല് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ബോണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ബോണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ഇയറിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. പിന്നീടുള്ള കാലത്തേക്ക് അത് ആപ്ലിക്കബിൾ ആവില്ല. കാരണം എന്താ? കാരണം മെച്യൂരിറ്റി പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മാത്രമായിരിക്കും നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ റെഡീം ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിന്റെ പ്രൈസും ഉണ്ടാവും അല്ലെ? അതായത് ബോണ്ട് സെയിൽ ചെയ്യുവാണെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിൽ പെടും. അതുകൊണ്ട് തന്നെ അത് കൺസിഡർ ചെയ്യുന്നതേ ആവുള്ളൂ. അതും കൂടെ കൺസിഡർ ചെയ്താലേ ലാസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കമ്പനിയുടെ കംപ്ലീറ്റ് എൻറ്റയർ ലൈഫിലെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്താന്നായിരുന്നു പറഞ്ഞത്? ഓൾറെഡി ടേം ഡിസ്കസ് ചെയ്തതാണ്. ഒരു ബോണ്ടിന്റെ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചറിന്റെ എൻറ്റയർ ലൈഫിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചേ?
അറിയില്ലേ? യെസ്, YTM, ഇൽ ടു മെച്ചൂരിറ്റി. ഇൽ ടു മെച്ചൂരിറ്റിനെയാണ് നമ്മൾ ഒരു ബോണ്ടിന്റെ എൻറ്റയർ ലൈഫിലെ ടോട്ടൽ ലൈഫിലെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മൾ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് സെയിം ആണ്, ടാക്സ് റേറ്റ് കൂടുവാണ്. ഓക്കെ, ടാക്സ് റേറ്റ് കൂടുവാണ്. അപ്പൊ നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് എന്താ സംഭവിക്കുക? ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിമെയിൻസ് ദ സെയിം, ടാക്സ് കൂടുവാണ്. അങ്ങനെയാകുമ്പോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് എന്താ സംഭവിക്കുക? കുറയും അല്ലേ? കാരണം എന്താ? ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ക്ലിയർ ആയല്ലോ? എന്താ കാരണം ക്ലിയർ ആയല്ലോ? ഇനി ആർക്കെങ്കിലും അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഫോർമുലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ 8% ഒരു ഇൻട്രസ്റ്റ് എടുക്കുക, ഒരു 45% ടാക്സ് എടുത്ത് നോക്ക്, അത് കഴിഞ്ഞ് നിങ്ങൾ ടാക്സ് റേറ്റ് കൂട്ടിയിട്ട് നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ കോസ്റ്റിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത്. അപ്പൊ ടാക്സ് കൂടുവാണെങ്കിൽ ഇൻട്രസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ടാക്സ് എമൗണ്ട് കൂടും, അപ്പൊ കോസ്റ്റ് കുറയും. അല്ലേ? ക്ലിയർ ആയല്ലോ? സോ ഇനി ഇക്വിറ്റി പ്രിഫേർഡ് സ്റ്റോക്കിന്റെ കാര്യം പറയുവാണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കി പോവുക. ഇതില് വേറൊന്നും പറയാനില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പ്രിഫേർഡ് സ്റ്റോക്കിന് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സിന്റെ ഒന്ന് കുറയോ അങ്ങനത്തെ ടാക്സിന് ഒരു എഫക്റ്റും ഇല്ല പ്രിഫേർഡ് സ്റ്റോക്കിന്. ഇനി എക്സിസ്റ്റിംഗ് പ്രിഫേർഡ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആനുവൽ ക്യാഷ് ഫ്ലോ പെർ ഷെയർ ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രിഫേർഡ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ക്ലിയർ ആയല്ലോ? ഇനി കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ ആണെങ്കിൽ, പുതിയൊരു പ്രിഫേർഡ് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രൈസിന്റെ കൂടെ കുറച്ച് കോസ്റ്റും കൂടെ ഉണ്ടാവും, ഇഷ്യൂ ചെയ്യുന്ന കോസ്റ്റ് അല്ലേ? സോ പ്രൈസ് മൈനസ് ഇഷ്യൂവൻസ് കോസ്റ്റ്, നെറ്റ് പ്രൊസീഡ്സ് ആയിരിക്കും നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. പുതിയ സ്റ്റോക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഓൾറെഡി ഉള്ള സ്റ്റോക്ക് അല്ല, പുതിയ പ്രിഫേർഡ് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുവാണ്. സോ നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് വരും, ആ കോസ്റ്റ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നെറ്റ് പ്രൊസീഡ്സ് ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ ആണ് എടുക്കുക. ഓക്കെ, ജസ്റ്റ് ഫോർമുലാസ് നോക്കുക, അത് കഴിഞ്ഞ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ കുറച്ച് നിങ്ങൾക്ക് നോക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. തൽക്കാലം ജസ്റ്റ് ഈ ഫോർമുല ഓർത്ത് വെക്കുക. അതായത് ഡിവിഡൻഡ് ഗ്രോത്ത് ചെയ്യുന്നത്, അതായത് ഗ്രോ ചെയ്യുന്ന ഡിവിഡൻഡ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതായത് D1/P0. ഇക്വേഷൻ നമ്മൾ നേരെ തിരിച്ചല്ലേ പഠിച്ചത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് P0 ഈക്വൽ ടു D1/R പ്ലസ് G, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അത് നേരെ തിരിച്ചിട്ടൂന്നേ ഉള്ളൂ. അതായത് സ്വാഭാവികമായിട്ടും ആറാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ P0നെ ഇപ്പുറത്തോട്ട് ആറിനെ അങ്ങോട്ട് ഇടുമായിരിക്കും ചെയ്യുക. സെയിം സംഭവം തന്നെയാണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻ കേസ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. നോക്കാം. ഇത്രയും ഞാനിപ്പോ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിപ്പോ എടുത്തതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ പറഞ്ഞു തന്നതില്? ഓക്കെ, സോ അത് നമുക്ക് നോക്കാം ബാക്കി. അതിന് മുന്നേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക്
ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നില്ല ഇപ്പൊ? ആർക്കെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ പറയാം. അത് ഞാൻ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. ആൻസർ ഏതാ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലില് പ്രൈമർലി കൺസേർഡ് വിത്ത് കോസ്റ്റ് ഓഫ്, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും? long term funds and old funds, B short term funds and new funds, C long term funds and new funds, D short term funds and old funds. ഫണ്ട് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഓൾഡ് ഫണ്ട് ആണോ ന്യൂ ഫണ്ട് ആണോ വരുന്നത്? ഈ ലോങ് ടേം ഫണ്ടിൽ ഓൾറെഡി ഓൾഡ് ഫണ്ട് ഇൻക്ലൂഡഡ് ആണ്. ഇഷ്യൂ ചെയ്യുന്നത് ന്യൂ ഫണ്ട് ആണ്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏതാ ആൻസർ? നിങ്ങൾ എല്ലാവരും പറഞ്ഞത് മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നാണ്. ഒരു കമ്പനിയുടെ ഒപ്റ്റിമം, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തൊക്കെയുണ്ട്? ഇക്വിറ്റി ഉണ്ട്, ഇക്വിറ്റിയും ഉണ്ട്, ഡെപ്റ്റും ഉണ്ട്. ഒരു കമ്പനി നല്ലതാന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ് കുറവാകുമ്പോഴാണോ അതോ പ്രോഫിറ്റ് മൈനസ് കോസ്റ്റ് കൂടുതലാവുമ്പോഴാണോ? അതായത് നെറ്റ് പ്രോഫിറ്റ് കൂടുതലാവുമ്പോഴാണോ അതോ അവരുടെ കോസ്റ്റ് കുറയുമ്പോഴാണോ? അതായത് നിങ്ങൾ ഓർക്കണം, ഇക്വിറ്റിക്കും കോസ്റ്റ് ഉണ്ട്, ഡെപ്റ്റിനും കൂടുതലുണ്ട്, ഡെപ്റ്റ് ഉണ്ട്. ഈ വെച്ച് ആ കമ്പനി ഒരു കമ്പനി ആണെന്നുണ്ടോ? ഇക്വിറ്റിക്കും കോസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വരാവുന്ന സംശയം മാക്സിമം ഏർണിങ്സ് പെർ ഷെയർ. മാക്സിമം ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വരൂ, ഞാൻ പറയാം.
ഏണിങ്സ് പെർ ഷെയർ. ഏണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് കിട്ടുന്ന റിട്ടേൺ അല്ലെ, ഒരു ഷെയർ ഹോൾഡറിന് കിട്ടുന്ന റിട്ടേൺ. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം പേ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന പ്രോഫിറ്റിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ നെറ്റ് അസറ്റ്, എല്ലാ ലയബിലിറ്റീസും പേ ഓഫ് ചെയ്ത് കഴിഞ്ഞുള്ള നെറ്റ് അസറ്റിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഏണിങ്സ് പെർ ഷെയർ കൂടുന്നതാണോ നെറ്റ് വർത്ത് കൂടുന്നതാണോ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്? എത്ര നല്ലത്? നെറ്റ് വർത്ത് കൂടുന്നതാണ് അല്ലേ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടി ആണ്, മാക്സിമൈസ് ദ നെറ്റ് വർത്ത് ഓഫ് ദ ഫേം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹലോ, ആൻസർ കിട്ടിയില്ലേ? എന്താ എല്ലാരും റെസ്പോണ്ട് ചെയ്ത് എനിക്ക് ആൾക്കാരുണ്ട്. ഹലോ, ഓക്കെ, എക്സാക്ട് ആയിട്ടൊരു ആൻസർ പറയട്ടോ. അതായത് റീറ്റെയിൻഡ് ഏണിങ്സിന്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A0, റീറ്റെയിൻഡ് ഏണിങ്സിന്റെ കോസ്റ്റേ ഇല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, റീറ്റെയിൻഡ് ഏണിങ്സ് അല്ലെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത് തന്നെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, അതായത് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെ, എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ കൊടുക്കുന്ന റിട്ടേൺ അല്ലെങ്കിൽ റീറ്റെയിൻ ഏണിങ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ 0 ഇടാം. ബി പറയുന്നത് ലോവർ കോസ്റ്റ് ഓഫ് എക്സ്
external common equity. കോമൺ ഇക്വിറ്റി മെയിൻലി എല്ലാരും പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റി. ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റീറ്റെയിൻഡ് ഏർണിങ്സ് പ്രോഫിറ്റ് വെച്ചിരിക്കുകയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് റീറ്റെയിൻഡ് ഏർണിങ്സ് എടുക്കുന്നതിന് പകരം നമ്മള് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കാം, പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കാം. അവിടെ ഒരു കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഏത് കോസ്റ്റാ? കോസ്റ്റ് എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പുറത്തെ ആൾക്കാർക്ക് വിൽക്കുന്നതാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ന്യൂ ഇഷ്യൂ ഓഫ് കോമൺ സ്റ്റോക്ക് ആണ് കേട്ടോ. സോ അതിന് നമുക്കൊരു എന്തായാലും നമ്മൾ പുറത്തേക്ക് പുതിയതായി കോസ്റ്റ് അല്ല, പുതിയതായിട്ട് എന്താ പറയാ ഇക്വിറ്റീസ് അല്ലെങ്കിൽ എന്ത് ഷെയർ ഒക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇഷ്യൂവൻസ് കോസ്റ്റ് ഉണ്ടാവും അല്ലെ? സോ റീറ്റെയിൻഡ് ഏർണിങ്സിന് ഇഷ്യൂവൻസ് കോസ്റ്റ് ഇല്ല. കോമൺ എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റിക്ക് ഇഷ്യൂവൻസ് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഏതായിരിക്കും ഇതിലെ ആൻസർ? ഇത്രയൊരു ക്ലൂ തരാം. ഇനി ഇതിലെ ആൻസർ ഏതായിരിക്കും എന്ന് പറഞ്ഞേ. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ആയോ? ഒന്നുകൂടെ പറയാൻ ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാൻ പറഞ്ഞോ ആരെങ്കിലും? പെട്ടെന്ന് മിന്നി മാഞ്ഞു പോയി എനിക്ക്. ആരെങ്കിലും ഒന്നും കൂടെ പറയാൻ പറഞ്ഞായിരുന്നോ? ആയോ? ബി ആൻസർ ശരിയാണ്. കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റി. എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ സ്റ്റോക്കിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. പുറത്തെ ആൾക്കാർക്ക് വിൽക്കുന്നത്, പുതിയതായിട്ട് വിൽക്കുന്നതിനെയാണ് എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റി ആണ് പുറത്തേക്ക് നമ്മൾ പുതിയ ഷെയർ വിൽക്കുവാണെങ്കിൽ നമുക്കൊരു ഇഷ്യൂവൻസ് കോസ്റ്റ് വരും. റീറ്റെയിൻഡ് ഏർണിങ്സ് പറഞ്ഞാൽ നമ്മുടെ കമ്പനി തന്നെ ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്യൂവൻസ് കോസ്റ്റ് വരുന്നില്ല. സോ റീറ്റെയിൻഡ് ഏർണിങ്സ് ഷുഡ് ബി ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ കോമൺ ഇക്വിറ്റി. ക്ലിയർ ആയല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ.
സോ ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഡെപ്റ്റ് കൂടുതൽ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാനുള്ള കാരണം അത് ടാക്സ് ഡിഡക്റ്റബിൾ ആയതുകൊണ്ട് മാത്രമാണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഹലോ ഹലോ മാം. ആ പറഞ്ഞു മാം. ഫെഡറൽ ഫണ്ട് റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? ഫെഡറൽ ഫണ്ട്സ് എന്ന് വെച്ചാല് നമ്മൾ ഫെഡറൽ ഫണ്ട് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബാങ്കിന്റെ ഒക്കെ കേസിലാണ്. അതായത് നമ്മള് എന്താ പറയാ, ബാങ്കിൽ ഇത്ര റിസർവ് വെക്കണം, അങ്ങനെ ഒരു പെർസെന്റേജ് വെക്കില്ലേ? അതായത് ഇത്ര പെർസെന്റേജ് റിസർവ് നമ്മൾ ബാങ്കിൽ കീപ്പ് ചെയ്യണം എന്നൊക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിലൊക്കെ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. അതായത് നമ്മൾ ചില കേസിൽ നമ്മളിപ്പോ ഒരു അക്കൗണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര പെർസെന്റേജ് നമ്മൾ അവിടെ റിസർവ് കീപ്പ് ചെയ്യണം എന്ന് പറയും ചില ബാങ്കിൽ. അതിനെയാണ് എന്താ പറയാ ഫെഡറൽ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് എക്സസ് ആയിട്ട് എന്താ പറയാ, കൂടുതൽ ഇപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൂടുതൽ ഫണ്ട്, എക്സസ് ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അത് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറയും. അതെന്തിനാ ഇവിടെ ഉപയോഗിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സസ് റിസർവ് ഫണ്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫെഡറൽ ഫണ്ട് മെയിൻ ആയിട്ട് ഒരു പെർസെന്റേജ് ആണ്, എന്ന് വെച്ചാൽ അത്രയും നമ്മൾ റിസർവ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു പെർസെന്റേജ് ആണ്. ഹലോ മാം മനസ്സിലായി, താങ്ക് യു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ തന്നു. ഒരു സെക്കൻഡ്, ഞാൻ ഫെഡറൽ ഫണ്ട്, അതായത് ഫെഡറൽ ഫണ്ട് യൂസ് ചെയ്ത് ഞാൻ പറയാം. ഫെഡറൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവരുടെ ഹെഡ് ഓഫീസ്, റീജിയണൽ ഓഫീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവിടെ ഒരു ഇത്ര പെർസെന്റേജ് റിസർവ് കീപ്പ് ചെയ്യണമെന്നുണ്ട്. അതായത് ഒരു ഇത്ര പെർസെന്റേജ് എമൗണ്ട് റീജിയണൽ സെന്ററിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ കീപ്പ് ചെയ്യണമെന്നുണ്ട്. ആ ഫണ്ടിനെയാണ് ഫെഡറൽ ഫണ്ട്, ഇതിനുള്ള ആ പെർസെന്റേജിനെയാണ് ഫെഡറൽ ഫണ്ട് റേറ്റ് പറയുന്നത്. ഈ ഡെപ്റ്റിന്റെ കേസിൽ അല്ലെങ്കിൽ ഇവിടെ അത് ആപ്ലിക്കബിളേ അല്ല കേട്ടോ. അതാണ് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ പറയുമ്പോൾ. ഫെഡറൽ ഫണ്ട് എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? അത് ഇവിടെ ഡെപ്റ്റിന്റെ കേസ് ആപ്ലിക്കബിൾ അല്ല, ഇവിടെ ഇതൊരു നോൺസെൻസ് ടേം ആണ്.
ഓക്കെ, ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇതിന്റെ ആൻസർ കിട്ടിയോ? ചെയ്തിട്ട് ആൻസർ ഓക്കെ. സോ ആർക്കെങ്കിലും ആൻസർ കിട്ടാത്തതുണ്ടോ? 11.725 ആണ് ആൻസർ. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? 11.725 ആണ് ആൻസർ. കിട്ടിയില്ല. ഓക്കെ, $11.725 കിട്ടിയില്ല. ഓക്കെ, നമുക്ക് എന്നാ ഇത് പറഞ്ഞുതരാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ എ ഫേം യൂസിങ്, ഇവിടെ 65% കോമൺ ഇക്വിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 15% ആണ്. ഓക്കെ, 25% ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു. ഡെപ്റ്റ് നമ്മൾ കൊടുക്കേണ്ട റിട്ടേൺ എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, റിട്ടേൺ എന്ന് പറയുന്നത് 6% ആണ്. 10% പ്രിഫേർഡ്, അതായത് ടോട്ടൽ പ്രപ്പോർഷൻ 10% നമ്മൾ പ്രിഫേർഡ് സ്റ്റോക്ക് ആണ്. അത് നമ്മൾ കൊടുക്കേണ്ട റിട്ടേൺ 10 ആണ്. ടാക്സ് റേറ്റ് 35% തന്നിട്ടുണ്ട്. സോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. അത് ക്ലിയർ ആയല്ലോ? സോ ഇവിടെ ചെയ്താൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കൂടെ ഇത് കാണുന്നുണ്ടോ? ഇനി ഇത്രയായ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഓക്കെ, സോ നമ്മള് ഇക്വിറ്റി നമ്മൾ എങ്ങനെയാ കാണുന്നതെന്നാ പറഞ്ഞേ? പ്രപ്പോർഷൻ ഇൻറ്റു കോസ്റ്റ് ആണ് അല്ലെ? അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, പ്രപ്പോർഷൻ ഇൻറ്റു കോസ്റ്റ് ആണ് കാണുന്നതെന്ന്. അങ്ങനെ ഓരോ സെക്യൂരിറ്റിയുടെയും പ്രപ്പോർഷൻ ഇൻറ്റു കോസ്റ്റ് എടുത്ത് അതിന്റെ ടോട്ടൽ ആണ് നമ്മൾ എടുക്കുന്നത്. അത് പറഞ്ഞു തന്നില്ലേ എങ്ങനെയാണ് വെയിറ്റഡ് ആവറേജ് കാണുമ്പോൾ എന്ന് പറഞ്ഞപ്പോ? ഓക്കെ, സോ ഇവിടെ ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ എത്രയാ തന്നിരിക്കുന്നത്? ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ എത്രയാ തന്നിരിക്കുന്നത്? 65% ആണ് അല്ലെ? ഇൻറ്റു എത്രയാണ് ഇക്വിറ്റിയുടെ റിട്ടേൺ തന്നിരിക്കുന്നത്? 15 ആണ് തന്നിരിക്കുന്നത് അല്ലെ? ഇപ്പൊ എത്രയാ വരുന്നത് നിങ്ങൾക്ക്? ഇതല്ലേ വരുന്നത്. ഈ സെയിം കേസ് ഡെപ്റ്റ് എടുക്കുമ്പോൾ ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ എത്രയാണ് വരുന്നത്? 25 ഇൻറ്റു
ഇൻറ്റു കോസ്റ്റ് എത്രയാ വരുന്നത് 3.9%. അതിന്റെ കാരണം എന്താ ഈ 6% എന്ന് പറയുന്നത് ബിഫോർ ടാക്സ് ആണ്. നമ്മൾ ഡെപ്റ്റ് എപ്പോഴും ആഫ്റ്റർ ടാക്സ് ആണല്ലേ എടുക്കുന്നത്. സോ 6 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 1 മൈനസ് 35%. എത്രയാ വരുന്നത് ആൻസർ എത്രയാ വരുന്നത് 0.975. ഓക്കെ ക്ലിയർ ആയോ? Then preferred stock. Preferred stock എത്രയാ വരുന്നത് പ്രപ്പോർഷൻ എത്രയാ 10%. റിട്ടേൺ എത്രയാ വരുന്നത് 10%. സോ എത്രയാ വരുന്നത് 1. ഇനി ഇതിന്റെ ടോട്ടൽ എടുത്തേ 9.75 പ്ലസ് 1 പ്ലസ് 0.975 എത്ര ആൻസർ വരുന്നത് 11.725. മനസ്സിലായില്ല? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ ക്വസ്റ്റ്യൻ വായിക്കാം. ആൻസർ പറയാം. ഓക്കെ എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാരും പറഞ്ഞ ആൻസർ ഡി ആണ്. ഡി അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഡി അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡി അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? ഹലോ ഇല്ല. സോ ഇതെങ്ങനെയാ കിട്ടിയത്? നമ്മളോട് കണ്ടുപിടിക്കാൻ കോസ്റ്റ് ആണ്. പ്രിഫേർഡ് സ്റ്റോക്കിന്റെ കോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാ പ്രിഫേർഡ് സ്റ്റോക്കിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്? ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. സോ ഡിവിഡൻഡ് 0.75 ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15% കിട്ടും. ക്ലിയർ? നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ
സോ എല്ലാവർക്കും ആൻസർ കിട്ടിയത് സി തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്? 11.4 ആണോ എല്ലാവർക്കും കിട്ടിയത്? കിട്ടിയെങ്കിൽ കിട്ടുന്ന പറയാ, കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന പറഞ്ഞോളുക. കിട്ടിയില്ല, കിട്ടിയില്ല. സോ ചെയ്ത് കാണിക്കാം. സോ ഇവിടെ നിങ്ങൾ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു തരാനാണല്ലോ ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒത്തിരി ടൈം വേസ്റ്റ് ആക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് കിട്ടുന്നില്ല എങ്കിൽ പറയുക കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെയിറ്റ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഇത് firm with equal amounts debt and equity. അതായത് ഇക്വിറ്റിയും ഈക്വൽ ആണ്. സോ പ്രപ്പോർഷൻ എങ്ങനെയായിരിക്കും? 50% ആയിരിക്കും അല്ലേ? 50%. സോ ഇക്വിറ്റിയുടെ കേസിൽ ടൈപ്പ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ ഇക്വിറ്റിയുടെ കേസിൽ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 ആയിരിക്കും. 50% ആണ്. ഇൻഡു ഇക്വിറ്റിയുടെ ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? സോറി, ക്യാപിറ്റൽ അല്ല, ഇക്വിറ്റിയുടെ കോസ്റ്റ് എത്രയാണ് വരുന്നത്? 15% അല്ലേ? 15% ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 0.5, 7.5 വരും. സോ ഡെപ്റ്റിന്റെ കേസിൽ ഡെപ്റ്റ് പ്രപ്പോർഷൻ എത്രയാണ് വരുന്നത്? 0.5 പ്രപ്പോർഷൻ ഇൻറ്റു നമുക്ക് കിട്ടിയിരിക്കുന്നത് ബിഫോർ ടാക്സ് ആണല്ലേ. സോ 12 - 1 ഇൻറ്റു 12 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 5%. 7.8%. സോറി, ഇത് %7.8. 7.8% ഇൻറ്റു ഇത് ശരിയാണ്. 7.8% ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3.9. ടോട്ടൽ എത്രയാണ് വരുന്നത്? 7.5 പ്ലസ് 3.9 എത്ര വരുന്നത്? ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞവർക്ക് ക്ലിയർ ആയോ? അവർക്ക് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആൻസർ
സോ ആർക്കും ആൻസർ കിട്ടിയല്ലോ അല്ലേ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ ആൻസർ? ആർക്കെങ്കിലും ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാ, കിട്ടിയില്ല കിട്ടിയോ? ഹലോ ഓക്കെ, കിട്ടി. അടുത്ത 40% ആണ് ഡെറ്റിന്റെ പ്രൊപ്പോർഷൻ 40, പ്രിഫേർഡ് സ്റ്റോക്ക് 20, ഇക്വിറ്റിയുടെ 40. കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബിഫോർ ടാക്സ് കോസ്റ്റ് ആണ് 8%, 13%, 17%. That means 8% for debt, 13% for preferred stock, 17% for equity. ആദ്യം 40 into 8 into 40 8 into 1 minus tax rate. That means 1 minus 0.35. അപ്പൊ എത്ര കിട്ടിയത്? 2.08 കിട്ടി. നെക്സ്റ്റ് ഓക്കെ. ആൻഡ് കോമൺ ഇക്വിറ്റിയുടെ എത്ര കിട്ടുന്നത്? 40 into 17%. എത്ര കിട്ടുന്നത്? 6.8. സോ ടോട്ടൽ 11.4. നോക്കി ഓക്കെ. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന്റെ ഫോർമുല എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ.
കിട്ടിയോ എല്ലാവർക്കും? ആൻസർ കിട്ടിയോ? കിട്ടിയില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ? ഇതിലെ ഡെപ്റ്റ് റേഷ്യോ ഈക്വൽ ടു 2/3 ഞാൻ തന്നിട്ടുണ്ട്. ഡെപ്റ്റ് ബൈ ഇക്വിറ്റി അല്ലേ? സോ ഡെപ്റ്റ് ടു ഇക്വിറ്റി ഈക്വൽ ടു 2/3. സോ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ ഉണ്ടാവുക? ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? 2 ആയിരിക്കും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ ഈക്വൽ ടു ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ ഈക്വൽ ടു 2/, ഇതിന്റെ ടോട്ടൽ എത്രയാ വരുന്നത്? അപ്പം ഇക്വിറ്റിയും ഡെപ്റ്റും കൂടെ എത്രയാ വരുന്നത്? 5 ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് 2/5 ഇൻറ്റു ടാക്സ് റേറ്റ് എത്രയാ? ഡെപ്റ്റിന്റെ ടാക്സ് 9 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് അല്ലെ? ഇൻറ്റു 9 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് എത്രയാ വന്നിരിക്കുന്നത്? 0.4. ഇങ്ങനെ ചെയ്യാം. ഇക്വിറ്റി ഈക്വൽ ടു 3/5 ഇൻറ്റു കോസ്റ്റ് ആയ 12 ചെയ്യാം. സോറി, 12 ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് പെർസെന്റേജിലോട്ടാക്കാം. അതായത് 2/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ്? 2/5 എന്ന് പറഞ്ഞാൽ 60% ആണ്. 12 എന്ന് ചെയ്യാം. 40% ഇൻറ്റു 5.4. ക്ലിയർ ആണോ? 7.2% വരിക. സോറി, 7.2%, 2.16%. രണ്ടിന്റെ കൂടെ ടോട്ടൽ എത്ര വരുന്നത്? 9.36. മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്ക് ക്ലിയർ ആയോ? ഇത് ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് വൺ ഓഫ് ദ ഫോളോവിങ്. അതായത് മിനിമം വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് സെക്കൻഡ് മിനിമം വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റിയും ഡെപ്റ്റും കമ്പനിയുടെ കംപ്ലീറ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മിനിമം വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂട്ടുക അല്ലെങ്കിൽ നെറ്റ്വർത്ത് കൂട്ടുക എന്നാണ് അർത്ഥം. സോ ഡി ആയിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? പ്ലീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് പറയാ കേട്ടോ. ആർക്കെങ്കിലും ഇത് കിട്ടാത്തതുണ്ടോ? ഓക്കെ, എല്ലാവർക്കും തന്നെ ആൻസർ കിട്ടി. 9.2 ആണ് ആൻസർ കിട്ടിയത് അല്ലേ? എല്ലാവർക്കും 9.2 അല്ലേ കിട്ടിയത്? ഇതിലൊന്നും ചെയ്യാനില്ല. അതായത് ജസ്റ്റ് ഇത് ഇൻഡു ചെയ്താൽ മാത്രം മതി. കാരണം ടാക്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണെന്ന്. സോ എന്ത് ചെയ്താൽ മതി? 60 into 7.1%, 20 into 10.5%, 14.2%. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ നമുക്ക് കിട്ടുന്ന ക്ലിയർ ആണല്ലോ? ക്വസ്റ്റിനും കൂടെ നോക്കാനുള്ള സമയം. ഒരു ക്വസ്റ്റിനും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേത് കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
കിട്ടിയത് എങ്ങനെ കിട്ടി? കുറെ പേർക്ക് ബി കിട്ടിയല്ലോ. ബി ആണോ കിട്ടിയത്? ബി അല്ലേ കിട്ടിയത് ആൻസർ? രണ്ടു മൂന്ന് പേർക്ക് ബി കിട്ടിയല്ലോ. ഐഡിയ ബി ആണല്ലോ ആൻസർ കിട്ടിയത് നിങ്ങൾക്ക്. നമുക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഞാൻ പറയാം. പറഞ്ഞു തരണോ ഇത്? പറഞ്ഞു തരണോ? ഓക്കെ, പറയാം, ജസ്റ്റ് പറയാം. അതായത് ഡെപ്റ്റിന് 1 മാർക്കറ്റ് വാല്യൂ, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത് 8%. ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ 2 മില്യൺ ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 9% ആണ്. ആദ്യം പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം. ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ 1/3. 1/3 ഇൻറ്റു 8% ആയിരിക്കും ഡെപ്റ്റിന്റെ കോസ്റ്റ്. ഇക്വിറ്റിയുടെ വരുമ്പോ 2/3 ആണ് ഇൻറ്റു 9%. അപ്പൊ നിങ്ങൾക്ക് 8.5% ആണോ കിട്ടുന്നത്? 8.7 8.6 അല്ലേ വരുന്നത്? രണ്ടു മൂന്ന് പേർക്ക് അതെ, കിട്ടിയ ആളോ? നേരത്തെ ബി പറഞ്ഞതോ? മാം ഞാൻ 0.66 എടുത്ത, 0.67 എടുത്തില്ല. അതാ പ്രശ്നം. ജസ്റ്റ് ഒരു ഇത് വന്ന മാറ്റാം. പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. 50% ആയിട്ട് എങ്ങനെയാണ് എടുക്കണേ? 50% ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. 1 മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേതിന് 2 മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രപ്പോർഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ 50%. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രപ്പോർഷൻ കാണുക. അതായത് ടോട്ടൽ 3 ആണുള്ളത്, അതിൽ 1 ഡെപ്റ്റ് ആണ്, 2 ഇക്വിറ്റി ആണ്. അങ്ങനെ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇന്നത്തേത് വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. മാം ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞു, ചോദിച്ചു. മാം 99th ക്വസ്റ്റ്യൻ. 99 ഓ? മാം സ്ലൈഡിന്റെ നമ്പർ. ഓക്കെ 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 ഓക്കെ, പറഞ്ഞു. ഇതില് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് പ്രിഫേർഡ് സ്റ്റോക്ക് എന്നല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ നമ്മ ആഫ്റ്റർ ടാക്സ് എടുക്കണ്ടേ? അപ്പൊ ആൻസർ 9.75 ആണ്, 15% ആണോ? ഏതാ നോക്ക്. കൺസിഡർ ചെയ്യുന്നില്ലല്ലോ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല. അല്ല, ഇവിടെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റിനെ എടുത്തു. നമുക്ക് ടാക്സ് കോസ്റ്റ് ആണ് വേണ്ടത്. അതായത് വേറെ ഒന്നിലും നമ്മൾ ടാക്സ് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ഡെപ്റ്റിനൊക്കെ ഇപ്പൊ ടാക്സ് റേറ്റ് തന്നാലും, ഡെപ്റ്റ് തന്ന ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആഫ്റ്റർ ടാക്സ് ആക്കി കൺവേർട്ട് ചെയ്യും. പക്ഷെ ആഫ്റ്റർ ടാക്സ് ആണ് തന്നിരിക്കുന്നതെന്ന് ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഇതിന്റെ കോസ്റ്റ് ഫുള്ളി ടാക്സബിൾ ആണ്. മനസ്സിലായോ? അതായത് പ്രിഫേർഡ് സ്റ്റോക്കിന്റെ ഓക്കെ, ക്ലിയർ ആയി. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.